ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകുമ്പം യൂട്യൂബ് YT സ്റ്റുഡിയോയിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ യൂട്യൂബ് നമുക്ക് ഫീഡ്ബാക്ക് തരും. കോപ്പിറൈറ്റ് കാര്യങ്ങളുണ്ടോ, നമ്മുടെ ഓരോ വീഡിയോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് യൂട്യൂബ് അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ കടമ്പ കടന്നിട്ടുണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറുമാണ് വേണ്ടത്. യൂട്യൂബിന് 2 മോണിറ്റൈസേഷനാണുള്ളത്, ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും, അത് 1 കൊല്ലത്തിനുള്ളിൽ. ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും 1 കൊല്ലത്തിനുള്ളിൽ. അത് ലോങ് വീഡിയോക്ക് ആണെങ്കിൽ. ഷോർട്ട് വീഡിയോക്ക് ആണെങ്കിൽ നമുക്ക് വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യൂല, ഓൺലി വ്യൂസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 90 ദിവസത്തിനുള്ളിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് 10 മില്യൺ വ്യൂസാണ് വേണ്ടത്. ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ 3 മില്യൺ, ഫുൾ മോണിറ്റൈസേഷൻ 10 മില്യൺ. അത് 90 ദിവസത്തിനുള്ളിൽ. 90 ദിവസത്തിനുള്ളിൽ ഈ 10 മില്യൺ ആക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഷോർട്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആദ്യം ഈ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ മെല്ലെ ലോങ് വീഡിയോയിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മളെ ചാനലിനെ കുറിച്ചിട്ട് പറയാം. നമ്മളെ ചാനലിൻ്റെ പേര് AK ഫാമിലി വ്ളോഗ്സ് എന്നാണ്. AK എന്നുള്ളത് ഞങ്ങളുടെ ഫാമിലീൻ്റെ ഷോർട്ട് നെയിമാണ്. നമ്മൾ ആദ്യം യൂട്യൂബ് തുടങ്ങിയത് നമ്മുടെ ഫാമിലി മൊമെൻറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടാണ്. നമ്മൾ വീട്ടിലെ തന്നെ പിള്ളേരുടെയും കാര്യങ്ങളും വീഡിയോസെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. പിന്നെ ലോങ് വീഡിയോസ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു ഈ വാച്ച് അവർ ഏതിൻ്റെയാണ്, ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ല രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഷോർട്ട് വീഡിയോൻ്റെ വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല, ലോങ് വീഡിയോ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ എന്നുള്ളത്. പിന്നെ നമ്മൾ വിയറ്റ്നാമിൽ വന്നതിന് ശേഷം നമുക്ക് ഫാമിലി മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുന്നത് മാത്രമല്ല അധികം നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ വിയറ്റ്നാമിലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ വിയറ്റ്നാമിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതിന് ഇടയിൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങി. ഈ യൂട്യൂബ് എന്നുള്ളത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഇതിന് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളത് നമ്മുടെ ഫാമിലി മൊമെൻറ്റ്സും പിന്നെ ഞങ്ങൾ ഈ വിയറ്റ്നാമിലെ കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മളത് കൊണ്ടു നടന്നു. പിന്നെയാണത് കുറച്ച് വീഡിയോ കുറേ ആൾ കാണുന്നുണ്ട് എന്നെല്ലാം അറിയുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയത്. ഇപ്പം നമ്മൾ ചാനലിൽ അധികം ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ കുറേ സ്ഥലങ്ങൾ, ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ഥലങ്ങൾ നമ്മളിപ്പം പോകുന്നതും അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ പോകുമ്പം നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റും അതിനിടയിൽ നമ്മൾ ഈ വീഡിയോസ് എടുത്തിട്ടിടുന്നതാണ്. നമ്മൾ ആദ്യം ഒക്കെ വീഡിയോസ് എടുത്തിട്ട് വന്നിട്ട് വോയിസ് ഓവർ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കലെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ പണിയാണ്. അപ്പം അത് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പം ഡയറക്റ്റ് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എടുത്തിട്ട് വീഡിയോ ഇടുന്നതാണ്. കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പിന്നെ ഈ നമ്മളെ വീഡിയോ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. വീഡിയോൻ്റെ വ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒരു 50, 100 ആ ഒരു റേഞ്ചിലായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. ചിലത് 50-ന് താഴെയും പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു 500, 1000, 1500 അങ്ങനെയാണ് നമ്മളത് പോകുന്നത്. അല്ലാതെ കൂടുതലൊരു നല്ല റീച്ച് എത്തുന്നൊന്നുമില്ല, എന്നാലും ഒരു മിനിമം രീതിയിലേക്ക് വീഡിയോ പോകുന്നുണ്ട്. ഇത് ലോങ് വീഡിയോനെ കുറിച്ച് പറഞ്ഞാണ്. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇട്ട ഷോർട്ട് വീഡിയോസ് ആദ്യം 5000, 10,000, 30,000 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് 3 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ആക്കുക എന്നുള്ളത് കുറച്ച് കടുപ്പമേറിയ തന്നെയാണ്. ലോങ് വീഡിയോ 4000 വാച്ച് അവേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ചെറിയ ടാസ്ക് അല്ല. ഒരു ദിവസം ഉള്ളത് 24 മണിക്കൂർ. അപ്പോൾ 4000 മണിക്കൂർ ആവണമെങ്കിൽ എത്ര ദിവസം എത്ര ആൾക്കാർ വാച്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ.
ഇനി വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് പറയാമെന്നെങ്കിൽ പറയാം. നമ്മളിപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, നമ്മളറിയുന്നവരും നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാം ആ വീഡിയോ ഫുള്ള് നോക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഒരാൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്കിൽ അത് വെറുതെ ആയിരിക്കും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ പറഞ്ഞത് എല്ലാവരും അല്ല കേട്ടോ. നമ്മൾ അറിയുന്നവർ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ വീഡിയോ നോക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നത് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്തവരും ഉണ്ട്. കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പൈസ കിട്ടുമെന്നറിയണ്ടേ? ഈ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല, ചെറിയ പൈസ കിട്ടും. അത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് വഴിയോ സൂപ്പർ ചാറ്റ് വഴിയോ ആയിരിക്കും പൈസ കിട്ടുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ആഡ്സ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ആഡ്സ് റൺ ചെയ്യണമെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ അണേബിൾ ആവണം. അപ്പം നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ അണേബിൾ ആവാൻ ഇനിയും ഒരു 10-20 ദിവസത്തിനുള്ളിൽ ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഫുൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളായിട്ട് പുതിയ വീഡിയോ ചെയ്യും. അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.